ഹായ് സുന്ദരീസ്, നമ്മളിപ്പോൾ കൊച്ചി പോവാണ് കേട്ടോ. 2 ദിവസത്തെ പരിപാടി. ഇന്നിപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാളെ വൈകിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ്. അപ്പോൾ ഇമ്മക്കുട്ടി സ്കൂളിൽ പോയി, അതിന് ശേഷമാണ് ഇപ്പോൾ ഇറങ്ങണത്. അപ്പോൾ ഞാൻ 2 ദിവസത്തെ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും മേക്കപ്പും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പ് എന്തായാലും കാറിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ അടുത്തുള്ളതും ഇതിനെക്കാണ്ടും മുന്നേ ഓർമ്മയുണ്ടോ, നമ്മൾ പണ്ട് മുംബൈ ഇവൻറ്റ്, അതൊരു 3-4 വർഷം മുമ്പറ്റേ ആയിരുന്നു. അപ്പോഴും നമ്മൾ കാറിലിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാറിലിരുന്ന് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ സമയം നമുക്ക് ലാഭിക്കാം എന്നുള്ളത്. അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരുവിധ ഇവൻറ്റിനൊക്കെ കാറിലിരുന്ന് തന്നെ മേക്കപ്പ് ചെയ്യും കേട്ടോ. ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നുള്ള ഇവൻറ്റ് അല്ലെങ്കിലാണ് പറയണേ, കുറച്ച് നന്നായിട്ടൊക്കെ കുറേ നന്നായിട്ട് പോകണമെങ്കിലാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് ഇറങ്ങും. അപ്പോൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പ്രൈമർ ഇട്ടിട്ടുണ്ട്, പോർ ഫില്ലിംഗ് പ്രൈമർ. അത് യൂസ് ചെയ്തതിന് ശേഷം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ സ്ഥിരം വണ്ടി ഓടിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടനോടാണ് ഞാനിങ്ങനെ സംസാരിക്കണം. ചേട്ടനായിട്ട് ഞാൻ 2 വർഷത്തിന് മീതിയായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ നാട്ടുവിശേഷങ്ങളും ഗോസിപ്സും അതുപോലെ പൊളിറ്റിക്സും ഒക്കെ നമ്മൾ സംസാരിക്കും. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐഷാഡോ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ ആണ് കേട്ടോ. അതിൽ ജസ്റ്റ് 2 ഷെയ്ഡ് എടുത്തിട്ടൊന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐഷാഡോ ലുക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു സ്മഡ്ജ് ലുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാറിൽ ഇരുന്നിട്ടൊരു ഐലൈനർ വരയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല കാര്യം ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്മോക്കി ആയി ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ കൂടുകൂടാ എന്നാണ് പോണത്. അയ്യോ, എനിക്ക് കാറിലിരുന്നിട്ട് ഇങ്ങനെ കണ്ണെഴുതുന്ന കാര്യം പറയുമ്പോൾ പണ്ട് ഓർമ്മയുണ്ടോ, കാറിലിരുന്ന് കണ്ണെഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല ഒരു ആക്ട്രസിൻ്റെ. അത് ഓർമ്മ വരും എനിക്കിപ്പോൾ അതാണ് ശരിക്കും പറയാൻ തോന്നുന്നത്, കണ്ണെഴുതാൻ പറ്റുന്നില്ല നേരെ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കളേർഡ് ഐലൈനറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ണിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ എഴുതുന്നുണ്ട്. എന്തായാലും കുറച്ചെണ്ണം ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളേഴ്സ് ഉള്ളത്. അപ്പോൾ 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ. അതിന് ശേഷം ഇത് ബ്ലഷാണ്, കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ചിട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ കുറച്ച് കളർ ഉണ്ടായാൽ തന്നെ ഒരു ഉണർവുണ്ടാവും. എസ്പെഷ്യലി ഉറക്കമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എനിക്ക് പോകുന്നതല്ലേ, അയ്യോ വല്ലാത്തൊരു മുഖഭാവമല്ലേ. ഞാൻ വർത്താനം പറയണമുണ്ട്, മേക്കപ്പ് ചെയ്യണമുണ്ട്, അതിൻ്റെയാണ് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മുഖഭാവം. എന്തായാലും കോൺടൂർ ചെയ്യുന്നുണ്ട്. ഈ മേക്കപ്പൊക്കെ നമ്മൾക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സിമ്പിളാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ബ്രൗൺ ലിപ്പ് ലൈനർ സ്വിസ് ബ്യൂട്ടിയുടെ ഒരുവിധ സാധനങ്ങളൊക്കെ സ്വിസ് ബ്യൂട്ടി ആണല്ലേ, അങ്ങനെ നോക്കിയെടുത്തതല്ല കേട്ടോ. പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള ബെസ്റ്റ് മേക്കപ്പ് നോക്കുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടി തന്നെ നല്ല ഓപ്ഷനാണ്. ഇത് ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് ഞാനിതിട്ടു, അതിന് ശേഷം എനിക്ക് തൃപ്തിയായില്ല. അപ്പം ഞാനൊരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് അതിട്ടു ലാക്മേയുടെ. അപ്പോഴും എനിക്ക് തൃപ്തിയായില്ല. അതിന് ശേഷമാണ് ഒരു ന്യൂഡ് ഷെയ്ഡ് എടുക്കുക വെച്ചാൽ വെനൈലിങ്കിൻ്റെ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മീതെ അതിട്ട്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആരെങ്കിലും ഏതാ ലിപ്സ്റ്റിക് ഇട്ടേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ഒരു 3 ഷെയ്ഡ് 4 ഷെയ്ഡൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് ഒന്ന് ഇതൊരു മാക്കിൻ്റെ പ്രപ്പ് പ്ലസ് പ്രൈം ഇല്ല, അതാണ് ശരിക്കും ഒരു സെറ്റിംഗ് സ്പ്രേ ഇടണമായിരുന്നു. ഇത് ഫസ്റ്റ് മേക്കപ്പിന് മുന്നിടുന്നതാണ് കൂടുതലും നല്ലത്. എന്തായാലും ഇട്ടുപോയി, ചിലപ്പോൾ തിരിഞ്ഞും പറഞ്ഞൊക്കെ പോരും കേട്ടോ. ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിക്കുകയാണ്, സൈഡ് വകച്ചിൽ വേണോ നടുവകച്ചിൽ വേണോ വെച്ചാൽ ഞാൻ നടുവിൽ തന്നെ ഫൈനലൈസ് ചെയ്തു. ഇത് കാണുമ്പോൾ കുറച്ചിങ്ങനെ സൂപ്പർമാനെ പോലെ തോന്നുന്നുണ്ടാവും. എന്താണ് അകത്തിടുന്നത് പുറത്തിട്ടിരിക്കണേ എന്നുള്ളത് ഞാനൊരു പുതിയ ട്രെൻഡ് പോലെ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. എന്തായാലും ഈ കോഴ്സെറ്റ് എനിക്ക് അങ്ങനെ തന്നെ ഇടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് വൈറ്റ് ഷർട്ടിൻ്റെ മീതെ ഇട്ട് നോക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്റ്റുഡിയോയിലെത്തി. നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പോഡ്കാസ്റ്റാണ് കേട്ടോ. ആർച്ചിയുടെ ഒപ്പമാണ്. ആർച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, വെറൈറ്റി മീഡിയയിലെ മെയിൻ ആങ്കർ ആയിരുന്നു. ഇപ്പോൾ ആൾക്ക് സ്വന്തമായിട്ട് പോഡ്കാസ്റ്റ് ചാനലൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണമാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ. ജീൻസ് ഇട്ടിട്ടുണ്ട്, വൈറ്റ് ഷർട്ട്, മിന്ത്രയിൽ നിന്നുള്ള വൈറ്റ് ഷർട്ടാണ്. പിന്നെ ഒരു കോർസെറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഹൂപ്സ് കേട്ടോ. മുടി ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ്, അപ്പോൾ ദേ നമ്മൾ പോഡ്കാസ്റ്റിന് വന്ന്. അപ്പോൾ പോഡ്കാസ്റ്റ് അടിപൊളിയായിരുന്നു അല്ലേ? നമ്മള് 1.5 മണിക്കൂറൊക്കെ സംസാരിച്ചിട്ടില്ലേ? 2 മണിക്കൂർ ശരിക്കും 40 മിനിറ്റ് എന്നൊക്കെ വിചാരിച്ചു. സംസാരിച്ച് ഇത്ര നേരമായി. അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി അമേസിംഗ്. അവിടെ ചാനലിന്റെ പേര് വേണം, മില്ലിമീറ്റർ. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ പേര് ലെറ്റ്സ് ടോക്ക് മില്ലിമെട്രിക്സ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതാണ് ടീം.
അപ്പൊ നമുക്ക് ആള് വരുമ്പോ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ പോയി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ച് ഡീപ്പായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുറേ ടോപ്പിക്സ്, മദർഹുഡ് ആണെങ്കിലും ഫെമിനിസം, ഗ്രീഫ്, എല്ലാത്തിനെയും കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നല്ലതായിരുന്നു. നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നതിനെക്കാട്ട് കുറച്ചുകൂടി സംസാരിച്ചിട്ടുണ്ട്. നല്ല വൈബായിരുന്നു. അതിന് ശേഷം നമ്മൾ ഫിജിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫിജിയിലല്ല, ഫിജിയുടെ എക്സിബിഷനാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നമ്മുടെ തൃശ്ശൂരുള്ള ഫിജിയിലെ അതിൻ്റെ എക്സിബിഷൻ പനമ്പള്ളി നഗറിൽ നടക്കുന്നുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ മഴ നനഞ്ഞു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വരണം. മഴ നനഞ്ഞപ്പോൾ മുടി സ്ട്രൈറ്റൻ ചെയ്തതൊക്കെ പിന്നെയും കറബറാന്നായി. നല്ല രസമുണ്ട് എക്സിബിഷൻ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ അവർ സെറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇനി വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വ്ളോഗ് ചെയ്യാൻ പോകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ച സാധനങ്ങൾക്ക് ഇവിടെ ഞാൻ മേടിച്ചില്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതുപോലെ ബെല്ലാമരിയുടെയും എക്സിബിഷനായിട്ടുണ്ടായിരുന്നു അവിടെ. അടിപൊളിയായിരുന്നു, കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. പല പല വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് ട്രീസും അതുപോലെ തന്നെ ഒരുപാട് ഡെക്കോർ ഐറ്റംസും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, കാണാനായിട്ടും മേടിക്കാനായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ അസ്വി ഫാമിലിയൊക്കെ നമുക്ക് കാണാൻ പറ്റി. രസമായിരുന്നു. എനിക്ക് ട്രീ ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. തൃശ്ശൂർ വരുമ്പോൾ മേടിക്കാം അല്ലേ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹോൾ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിയൽ സ്കിന്നൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഐഫോണിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഇൻ റിയൽ ഉള്ള പോലെ തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം പോഴ്സും ഡാർക്ക് സർക്കിൾസും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നോർമലാണ്. നമ്മൾ മേക്കപ്പൊക്കെ വെച്ച് നമുക്ക് ഒരുവിധം, ഇതും ഞാൻ കാറിൽ പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യണത്. അപ്പം ഇത് നമ്മളിനി പോണത് യൂട്യൂബിൻ്റെ ഇവൻറ്റിനാണ്. ഇതിനെക്കാട്ടും മുന്നേ ഓക്കെ ഞാനും അനിയും കൂടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു ചിറ്റാറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അനിയുടെ ചാനലിൽ വരും കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു ഇടയ്ക്ക്, ഞാൻ വ്ളോഗ് ചെയ്യാൻ വിട്ടുപോയി. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ ഇവൻറ്റിന് വേണ്ടിയിട്ട് വരുന്നത്. ഇതിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇത് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. ഒരു പൂവിൻ്റെ ഇതിൽ വരുന്ന ഒരു ടോപ്പാണ്. ഒരു 200 റുപ്പീസിൻ്റെ. ഇത് ഭയങ്കര പോപ്പുലറാണ്, ഒരുപാട് പേരുടെ കയ്യിലുണ്ട് ഇത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോൾട്ടർനെക്ക് പോലെ കെട്ടണതാണ്. അത് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പ് ആ വള്ളി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു സാധനമില്ലേ ഇങ്ങനെ ബ്രാ സ്ട്രാപ്പ്, അത് നമുക്ക് ഇങ്ങനത്തെ സ്റ്റോൺസിനെ മേടിക്കാൻ കിട്ടും. കഴിഞ്ഞ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 10 മസ്റ്റ് ഹാവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞൊരു ആമസോൺ ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് തന്നെ അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മേക്കപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടില്ല. ആകെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലിപ്പ് ഓയിൽ, റേ ബ്യൂട്ടിയുടെ ലിപ്പ് ഓയിലാണ് യൂസ് ചെയ്യണത്. അത് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ, ഞാൻ മേടിച്ചതല്ല. ഞാൻ ഇത്ര പൈസയുടെ മേക്കപ്പ് ഒന്നും അങ്ങനെ മേടിക്കാറില്ല. എന്തായാലും പിന്നെ മേക്കപ്പ് സെറ്റ് ചെയ്ത് മുടി ഞാൻ നടു പാർട്ടീഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സൈഡ് ഇടണമെന്ന് ആഗ്രഹം, പക്ഷേ എനിക്കറിയില്ല. ലാസ്റ്റ് എങ്ങനെയെങ്കിലും പോകുമ്പോൾ എനിക്ക് മിഡിൽ പാർട്ടീഷൻ തന്നെയാണ് കുറച്ചുകൂടി ഇഷ്ടമാവണത്. കുറച്ച് മുടിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അത് കാണുമ്പോൾ നന്നാവുന്നുള്ള രീതിയിൽ മുടിയൊക്കെ ആകെ ചപ്രത്തലിച്ച് ചെയ്യാൻ. പക്ഷേ ഞാൻ പിന്നെ ആദ്യം ഇനി സ്ട്രെയിറ്റൻ ചെയ്യണമെന്ന് വിചാരിച്ചു. കളർ ചെയ്ത മുടിയൊക്കെ തുമ്പത്തേക്ക് വന്നു. ഇപ്പോൾ എൻ്റെ തലയിൽ മീതിയുള്ള സ്കാൽപ്പിൽ നിന്നുള്ള മുടിയൊക്കെ ബ്ലാക്കുമാണ്. ഞാൻ ഒരു സൈഡിൽ മിഠായി ഇട്ടിട്ടുണ്ട്, ഒരു കവളിൻ്റെ സൈഡ്. അപ്പോൾ ഞാൻ നോക്കി ഏത് സൈഡാണ് ഭംഗിയെന്ന്. അങ്ങനെ മിഠായിട്ട കവളാണോ മറ്റേ കവളാണോ ഭംഗിയെന്ന് നോക്കിയതോ. എന്തായാലും നമ്മൾ ഇവൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് വേണം അകത്ത് പോയിട്ട് ഒരു ടേബിൾ നമ്പർ പറയും, അവിടെ പോയി ഇരിക്കുക എന്നുള്ളതാണ്. ഞാൻ ശരണ്യെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴേക്കും പിന്നെ എനിക്ക് കുട്ടികളെ കിട്ടി. ഇവർ നമ്മൾ ഒരുവിധം എല്ലാ ഇവൻറ്റ്സിനൊക്കെ കാണുന്നതാണ് കേട്ടോ. എനിക്ക് പിന്നെ അവരെ കിട്ടിയപ്പോൾ സന്തോഷമായി. അപ്പോൾ കമ്പനി അടിച്ചിരിക്കാൻ ആളുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ വരും, ശരണ്യ വരും. ഞാനും ശരണ്യക്ക് ഒരുവിധം എല്ലാ ഇവൻറ്റ്സിനും ലേറ്റായിട്ടാണ് ചെല്ലാറുള്ളത്. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാതെ കണ്ടോ കുറേ പേരുണ്ട്. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബഡ്ഡിങ് യൂട്യൂബേഴ്സ്, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയില്ല, അവർ മുതൽക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ഗ്രേറ്റ്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ചട്ടമ്പീസും അതേപോലെ തന്നെ ഉണ്ണിമായാണ് കേട്ടോ. അപ്പോൾ രസമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ പുതിയ ആളുകളെ കണ്ടു, സംസാരിച്ചു. ഇതേ വന്ന് ശരണ്യ ലേറ്റായി വന്നിരിക്കുന്നുണ്ടോ. ഹായ് സുന്ദരീസ്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഷോർട്സാണ് ഇന്നലെ കൂടുതൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ തിരിച്ച് വരണതൊക്കെ വ്ളോഗ് ചെയ്യാൻ വിട്ടുപോയി. ഷോർട്സും വ്ളോഗും പിന്നെ യാത്രയും അത് കൂടാതെ എനിക്ക് മെയിലൊക്കെ നല്ല വേദനയുണ്ട്. എഗെയിൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വേദന യൂസ് ടു ആണ്. കാലൊക്കെ നല്ല വേദന, സ്റ്റെപ്പ് ഇറക്കുമ്പോൾ ഇങ്ങനെ ജീവൻ പോവാം.
അപ്പം അങ്ങനെ അത് 2 ദിവസം എങ്ങനെ പോയി എന്ന് തന്നെ ഒരു ധാരണയില്ല കേട്ടോ. പെട്ടെന്ന് ചടപടേന്ന് പോയി. അപ്പം ഇമ്മുക്കുട്ടീനെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്കൂളിലേക്ക് വിട്ടിട്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി തീർത്ത് വെക്കുന്ന ഏട്ടനും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മയുണ്ട്, അതല്ലെങ്കിൽ പാലക്കാട് ഇമ്മക്കുട്ടീനെ ആക്കാം, അതല്ലേ ഞാൻ ഇമ്മക്കുട്ടീനെയും കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും എനിക്ക് കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ് പോയി വരുമ്പോൾ. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ പോയിട്ടോ. പോഡ്കാസ്റ്റ് ആണെങ്കിലും യൂട്യൂബിൻ്റെ പരിപാടിയാണെങ്കിലും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നന്നായിട്ട് തന്നെ പോയി. ഇപ്പോൾ ഞാൻ ചുമ്മാ കുട്ടിയുടെ റൂമിലിരിക്കുക. പക്ഷേ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവാണ് കേട്ടോ. കുറേ ഒതുക്കി പെറുക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഇന്നത്തെ പണിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്ലോഗ് ഇവിടെ നിർത്താം. അടുത്ത ബ്ലോഗിൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഒരുപാട് പേർക്ക് അസ്വി ടോക്സ് നല്ല ഇഷ്ടമാവുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പറയണേ, എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. ഇമ്മക്കുട്ടിയുടെ റൂമിൽ കണ്ടോ ഇങ്ങനത്തെ ഈ വാൾപേപ്പർ, ഇത് ഇമ്മ തന്നെ ആട്ടോ ഒട്ടിച്ചത്, അതുകൊണ്ട് കുറച്ചിങ്ങനെ പ്രൊപ്പോർഷൻ കുറവ് പോലെ. പക്ഷെ അത് കുഴപ്പമില്ല. കുട്ടികൾക്ക് ഇങ്ങനെ അവരുടെ റൂമായിട്ടില്ലെങ്കിലും അവരുടെ ഒരു സ്പേസ് ആയിട്ടുണ്ടെങ്കിൽ കഴിവതും അവർ തന്നെ അത് ഡെക്കറേറ്റ് ചെയ്യും, അത് അവർ തന്നെ ഒതുക്കി വെക്കുകയാണെങ്കിൽ അതാ ശരിക്കും അവർക്ക് കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെ അങ്ങനെ ഫീൽ ചെയ്യും. നമുക്ക് നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ അത് അത്ര പെർഫെക്റ്റ് ആയി എന്ന് വരില്ല. പക്ഷെ അത് സാര് വിചാരിക്കണം കേട്ടോ, അവരുടെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ ചെയ്തോട്ടെ, അങ്ങ് വിടുന്നതാണ് നല്ലത് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഇടപെട്ടേ ഇല്ല. ഇമ്മ തന്നെയാണ് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നിപ്പം ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് എനിക്കൊരു എഡിറ്റിംഗ് ഡേ ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കാം. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് മേക്കപ്പൊക്കെ ചെയ്തില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി മേക്കപ്പ് വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊരു ബാലൻസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിച്ചൊക്കെ 1-2 ദിവസമൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഫുൾ ഡേ ഒക്കെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 3 ദിവസം ഒരു മേക്കപ്പ് ഇല്ല, മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ. ഇൻ കേസ് പുറത്ത് പോവുകയാണെങ്കിലും, ഇപ്പോൾ ലിപ് ബാം ഇട്ടിട്ടില്ല, പുറത്ത് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെ പോവാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ബ്രീത് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ഏട്ടൻ വന്നല്ലോ. അപ്പോൾ അത്രയിലൂടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോസ് ആക്ച്വലി ഫോട്ടോ ഏറ്റവും നല്ല ഫോൺ ഉണ്ടായിരുന്നത് ഹംബ്ലിയുടെ കയ്യിലാണ്, ഹംബിൾ മ്യൂസിഷ്യനിലെ. അപ്പം ഞാൻ ഹംബ്ലിനെ കൊണ്ടാണ് ഫോട്ടോ എടുപ്പിച്ചത്. അത് കിട്ടിയിട്ടില്ല. ഞാൻ അവന് മെസ്സേജ് അയക്കണം, ഫോട്ടോ തയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് ഞാൻ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത്രയിലൂടെ ലവ് യു സോ മച്ച്. ബൈ.